സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. സ്വാമിജിയുടെ 163-ാം ജന്മദിനമാണ് അല്ലേ? 163 അല്ലേ വരെ? 163 1863 മുതൽ സ്വാമിജിയുടെ ജീവിതത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 3 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 18 വർഷം അത് അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമൊക്കെ കടന്നു വരുന്നു. അത് കഴിഞ്ഞ് പിന്നൊരു 5 വർഷം, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഒരു 5 വർഷം, ഏകദേശം 1881 മുതൽ 86 വരെ. 86 ആഗസ്റ്റ് 16 വരെയുള്ള ഭാഗം അത് ഭഗവാനോട് ഒപ്പമുള്ള കാലഘട്ടമാണ്, 6 വർഷം. പിന്നീട് 16 വർഷം, അങ്ങനെ ആകെ 39 വർഷം മാത്രം. പക്ഷെ 163 വർഷമായി സ്വാമിജിയെ ലോകം മുഴുവനും സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. വെറും 39 വർഷത്തെ ജീവിതം കൊണ്ട് അതിൽ വെറും 5 വർഷത്തെ ട്രെയിനിങ്. സ്വാഭാവികമായി ഇന്നത്തെ കണക്കെടുത്താൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നാലുള്ള കാലയളവ് മാത്രം 5 വർഷം. ആ 5 വർഷം എന്ന് പറയുന്നത് ഭഗവാന്റെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ശ്രീരാമകൃഷ്ണദേവൻ്റെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതാണ് നരേന്ദ്രനാഥ് ദത്തിനെ തിരുത്തിയത്, പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്നത്. സ്വാമിജിയുടെ എല്ലാ ജീവിതത്തെക്കുറിച്ച് നമ്മളെല്ലാവർക്കും കാണാപ്പാടമാണ്. പ്രത്യേകിച്ച് ഇനി അതറിയാനൊന്നുമില്ല. കാര്യം എല്ലാവർക്കും, ശ്രീരാമകൃഷ്ണ ഭക്തന്മാർക്കെല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് സ്വാമിജിയാണ്. ശ്രീരാമകൃഷ്ണ ഭക്തന്മാരെ മാത്രമല്ല,
ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സ്വാമിജിയാണ്, വിവേകാനന്ദ സ്വാമിയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഒരു പക്ഷേ ഗുരുവിനെ അറിയുന്നത്. കാരണം പലരും ഈ ഹോളി ട്രയോ ഫോട്ടോ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആളെ മനസ്സിലായി, അത് വിവേകാനന്ദനാണ്. അടുത്ത 2 പേരാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അറിവ് വളരെ പരിമിതമായാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ മഹത്തരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ശിഷ്യനിലൂടെ ആ ഗുരുവിൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഞാൻ സാധാരണഗതിയിൽ വചനാമൃതമാണ് എൻ്റെ ബേസ്. ഞാൻ വചനാമൃതത്തിൽ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിൽ ഞാൻ ഒരു സാധനയായിട്ട് എടുത്തിട്ടുള്ളൂ. അതിന് പുറമേയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കാതെ അതൊന്നും കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്നല്ല. ഞാൻ പൂർണ്ണമായും വചനാമൃതത്തെയാണ് ആശ്രയിക്കുന്നത് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഇന്ന് ഈ സ്വാമിജിയുടെ ഈ ജന്മദിനത്തിൽ വചനാമൃതത്തിലൂടെ സ്വാമിജിയെ കാണുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. വചനാമൃതത്തിൽ എങ്ങനെയാണ് സ്വാമിജിയെ കാണുന്നത്, മാസ്റ്റർ മഹാശയൻ എങ്ങനെയാണ് സ്വാമിജിയെ തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ സ്വാമിജിയെ കൂടെ ഉൾപ്പെടുത്തിയതെങ്ങനെ, എന്തായിരുന്നു ആ ജീവിതത്തിൻ്റെ വചനാമൃത കാലം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒന്ന് നോക്കാവുന്നത്. മറ്റൊന്ന്, ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ ഗൃഹസ്ഥാശ്രമികളുടെ ഒരു പുണ്യഗ്രന്ഥമാണ്. നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പം ഗൃഹസ്ഥാശ്രമികൾക്കൊരു വഴികാട്ടിയാണ് മാസ്റ്റർ മഹാശയൻ്റെ ആ രചന മുഴുവൻ. അത് ഭഗവാനോടൊപ്പമുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാം ഡിറ്റോ കോപ്പി, ഭഗവാൻ എന്താണോ പറഞ്ഞത്, എന്താണോ പ്രവർത്തിച്ചത്, എന്തായിരുന്നു ആ ചുറ്റുപാട്, ആരൊക്കെയാണ് അവിടെ വന്നുപോയത്, അവരുടെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു, അവരെന്താണ് ചിന്തിച്ചിരുന്നത്, ഇങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലൂടെ നമുക്ക് വേണ്ടി മാസ്റ്റർ മഹാശയൻ അത് എഴുതി വെക്കുകയാണ്. ഒരുപക്ഷെ വചനാമൃത വായന നമുക്കുണ്ടായിരുന്നില്ല എങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം തന്നെ നമുക്ക് അപ്രാപ്യമായി പോയത്. വചനാമൃത വായനയിലൂടെയാണ് ശ്രീരാമകൃഷ്ണദേവനെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അറിയുന്നത്, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ നമുക്ക് പറ്റുന്നത്. അതേപോലെ ആ വചനാമൃതത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വാമിജിയെ സമീപിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ വചനാമൃതത്തെ ബേസ് ചെയ്യുമ്പോൾ സ്വാമിജി അല്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട് അവിടെ. നരേന്ദ്രനാഥൻ മാത്രമാണ്. നരേന്ദ്രനാഥൻ എന്ന ഒരു കോളേജ് വിദ്യാർത്ഥി, അല്ലെങ്കിൽ കോളേജ് ഘട്ടം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, അത്രയുമേ ആയിട്ടുള്ളൂ. മാസ്റ്റർ മഹാശയനോട് മാസ്റ്റർ മഹാശയൻ തന്നെ നരേന്ദ്രനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ദക്ഷിണേശ്വരത്ത് വെച്ച് കാണുമ്പോൾ ആ ആൾക്കൂട്ടത്തിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഭഗവാനുമായിട്ട് സംവദിക്കുന്നത് കണ്ടുകൊണ്ടാണ് ആദ്യം നരേന്ദ്രനാഥനെ മനസ്സിലാക്കുന്നത്. പിന്നീട് ഭഗവാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ആ ആളെങ്ങനെയാണ്, നരേന്ദ്രൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവനെ നീ ശ്രദ്ധിച്ചോ, അവൻ എങ്ങനെയുണ്ട് എന്ന് ഭഗവാൻ തന്നെ മാസ്റ്റർ മഹാശയനോട് ചോദിച്ചു. കാര്യം വചനാമൃതത്തിൻ്റെ തുടക്കത്തിലാണത് പറയുന്നത്. കാരണം ഇനി നിൻ്റെ രചന ഭഗവാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഇത് മാസ്റ്റർ മഹാശയൻ രചിക്കണമെന്നൊന്നും. ഭഗവാന്റെ ആ വചനാമൃതത്തെ പൂർണ്ണമായും മാസ്റ്റർ മഹാശയൻ എഴുതും എന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ എഴുതാൻ താല്പര്യപ്പെട്ടവരെ ആരും ഭഗവാൻ അനുവദിച്ചിട്ടുമില്ല. ഇത് എഴുതണമെന്ന് മാസ്റ്റർ മഹാശയനും തീരുമാനിച്ചിട്ടില്ല. മാസ്റ്റർ മഹാശയൻ തൻ്റെ 7ാമത്തെ വയസ്സിൽ ആരംഭിച്ച ഒരു പ്രക്രിയ മാത്രമാണിത്. ആദ്യമായിട്ടാണ് 7ാമത്തെ വയസ്സിലാണ് മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ ഒരു രചനാരീതി സ്വീകരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, എത്ര യങ് സ്റ്റേജിലാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ രാവിലെ ഉണർന്നു, അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ പോയി വന്നിച്ചു, സ്കൂളിലേക്ക് പുറപ്പെട്ടു,
പോകുന്ന വഴിക്കുള്ള ക്ഷേത്രത്തിൽ തൊഴുതു. ഇതൊക്കെയായിരുന്നു അന്നത്തെ എഴുത്ത്. വചന ഈ മാസ്റ്റർ മഹാശയൻ്റെ എഴുത്തിൻ്റെ ശൈലി അങ്ങനെയാണ് പോയത്. അപ്പോൾ ഈശ്വരൻ എത്രമാത്രമാണ് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അപ്പോൾ ആ ഒരു പ്രാക്ടീസാണ് തൻ്റെ ജീവിതത്തിൽ ദക്ഷിണേശ്വരത്ത് വരുമ്പോഴും മാസ്റ്റർ മഹാശയൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ മാസ്റ്റർ മഹാശയൻ ഇത് ചെയ്യുമെന്നറിയാം. പക്ഷെ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും മാസ്റ്റർ മഹാശയനോട് ആ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് ഭഗവാൻ സംസാരിച്ചിട്ട് പോലുമില്ല. അത് അറിഞ്ഞതായി ഭാവിച്ചിട്ടില്ല. അത് മാസ്റ്റർ മഹാശയൻ തന്നെ പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം ഇത് പറയുന്നുണ്ട്. ഒരിക്കൽ പോലും താൻ ഇത് നോട്ട് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കുറിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത് ഒരിക്കൽ പോലും ഭഗവാൻ അറിഞ്ഞതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. പക്ഷേ ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ആവർത്തിച്ച് മാസ്റ്റർ മഹാശയനെ കൊണ്ട് പിന്നീട് പറയിപ്പിക്കുന്നുണ്ട്. ആ വചനാമൃതം വായിക്കുമ്പോൾ നമുക്കറിയാവുന്നത്, ഞാൻ അന്ന് ഇന്ന കാര്യം പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഉണ്ട് ശ്രദ്ധിച്ചു, എന്നാൽ അതൊന്ന് ആവർത്തിച്ച് പറയാൻ പറയും, ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഈ റിപ്പീറ്റ് ചെയ്യിച്ചാണ് മാസ്റ്റർ മഹാശയൻ്റെ മനസ്സിലേക്ക് ഇത് ഉറപ്പിക്കുന്നത്. കാരണം ഇത് ഭാവിയിൽ രചിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള ബോധം ഭഗവാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് തെറ്റ് വരരുത്. ആ തെറ്റ് വരാതിരിക്കാൻ വളരെയധികം ഭഗവാൻ ശ്രദ്ധയോടുകൂടിയാണ് മാസ്റ്റർ മഹാശയനെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. മാസ്റ്റർ മഹാശയൻ പോലും അറിയാം, മറ്റാരും അറിയാതെ, പലരും ഇത് ശ്രമിച്ചിരുന്നതാണ്. പക്ഷെ അതൊന്നും ചെയ്യരുത് എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. കാരണം ഭഗവാൻ ജീവിച്ചിരിക്കെ ആ ജീവിത കാലയളവിൽ അത് എഴുതപ്പെടുകയാണെങ്കിൽ, അത് അതേപടി ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി എഴുതപ്പെടുകയാണെങ്കിൽ പിന്നീട് ഈ ശരീരം നിലനിൽക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം കേശവചന്ദ്ര സേൻ ഉൾപ്പെടെയുള്ളവർ 1875 മുതൽ എഴുതി തുടങ്ങി. കേശവചന്ദ്ര സേനാണ് ആദ്യമായിട്ട് ഭഗവാനെക്കുറിച്ച് എഴുതുന്നത്. 2 ഗ്രന്ഥങ്ങളാണ് കേശവചന്ദ്ര സേനൻ തന്നെ എഴുതിയത്, ആ ലേഖനങ്ങളുടെ ഒരു സമാഹാരമായിട്ട്. പക്ഷേ നമ്മൾ ഇന്നും ഒരു ആധികാരികതയോടുകൂടി സ്വീകരിക്കുന്നത് വചനാമൃതം മാത്രം. അതിൻ്റെ പ്രധാന കാരണം അത് കൃത്യമായ തെളിവുകളാണ് അതിനകത്ത് മാസ്റ്റർ മഹാശയൻ സ്വീകരിച്ചത്. കാരണം പറയുന്ന ദിവസം, പറയുന്ന സമയം, പറയുന്ന സ്ഥലം, പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൃത്യതയോടുകൂടിയാണ്. ഡയറി കുറിപ്പ് പോലെ ആ ടൈം ഡേറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിന് ആധികാരികത കൂടിയത്. അതിനകത്ത് മാസ്റ്റർ മഹാശയൻ്റേതായിട്ടുള്ള യാതൊരു ഭാവനയും കലർത്തിയിട്ടില്ല. ഞാനിത് പറഞ്ഞു പോയാൽ പിന്നെ വചനാമൃതത്തിലേക്കാവും. നമ്മുടെ വിഷയം സ്വാമിജി ആയതുകൊണ്ട് മാസ്റ്റർ മഹാശയനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ മാസ്റ്റർ മഹാശയനിലേക്ക് പോകും. നമുക്ക് അതവിടെ തൽക്കാലം നിർത്താം. നമുക്ക് നരേന്ദ്രനിലേക്ക് തിരിച്ചു വരാം. അപ്പം നരേന്ദ്രൻ എന്താണ്, എങ്ങനെയാണ് നരേന്ദ്രൻ, ഇത് പൂർണ്ണമായും വചനാമൃതത്തെ മാത്രം ബേസ് ചെയ്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രൻ ആദ്യം വരുന്ന രംഗം ശ്രീരാമകൃഷ്ണദേവൻ വിവരിക്കുന്നുണ്ട്. പിന്നീട് ഒരു മുഷിഞ്ഞ മേൽമുണ്ട് ഇങ്ങനെ തോളത്തിട്ടാണ് വന്നിരുന്നത്. പാടാനൊന്നും അറിയില്ല. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഈ ഈശ്വര ഭക്തി ഗാനങ്ങളൊന്നും നരേന്ദ്രന് അറിയില്ല. നരേന്ദ്രൻ ഗായകനാണ്. അത് ബംഗാളിയിലെ എല്ലാ ചെറുപ്പക്കാരും ഒരു പരിധിവരെ ബംഗാളികളുടെ ഒരു വലിയ ഗുണമാണ്, അവരെല്ലാം ഗായകർ കൂടെയാണ്. സംഗീതം ബംഗാളികളുടെ ജീവിതത്തിലെ ഒരു വലിയ അന്തർധാരയാണ്. ബൗൾ സംഗീതജ്ഞരെ കുറിച്ച് നമുക്കറിയാം, നാടോടികളായ ബൗൾ സംഗീതജ്ഞർ. മറ്റൊരു രാജ്യത്തും ഇതേപോലെ സംഗീതം ജീവിതചര്യയായി കൊണ്ടു നടക്കുന്നൊരു ജനതയില്ല. നമ്മൾ ഇവിടെ ബംഗാളി എന്ന് പറയുന്ന ബംഗാളി അല്ല കേട്ടോ, അത് യഥാർത്ഥ ബംഗാളി അല്ല. ബംഗാളി എന്ന് പറയുന്ന കൽക്കട്ട വാസികളെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. യഥാർത്ഥ ബംഗാളി ഓഫീസിൽ പോകുമ്പോൾ, സൈക്കിൾ റിക്ഷയിൽ ഓഫീസിൽ പോകുന്ന വ്യക്തികൾ ആ സൈക്കിൾ റിക്ഷയിൽ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടാണ് ഓഫീസിൽ പോകുന്നത്. നമുക്കത് പറ്റുമോ? ട്രാമിലോ ബസ്സിലോ സഞ്ചരിക്കുമ്പോൾ അവർ ഉറച്ച് പാട്ട് പാടുകയാണ് ഒറ്റയ്ക്കിരുന്ന്. ബസ്സിൽ യാത്ര ചെയ്യുന്നു ഒറ്റയ്ക്ക്.
നമുക്കങ്ങനെ സാധിക്കുമോ? നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പാട്ടുപാടി യാത്ര ചെയ്യാൻ പറ്റും. തൊഴിലാളികൾ തൊഴിൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ കൂട്ടത്തോടെ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് ഒരു സിക്സാക് മോഡലിൽ ഡാൻസ് ചെയ്ത് പാട്ടുപാടിയാണ് അവർ തൊഴിൽ സ്ഥലത്തേക്ക് പോകുന്നത്. അത്രമേൽ ഒരു സാംസ്കാരിക സമ്പന്നതയുള്ളൊരു ജനതയാണ് അവിടെ. അതിൻ്റെ പ്രധാന കാരണം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയൊക്കെ നാടായതുകൊണ്ട് കൂടിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഭഗവാൻ തൻ്റെ അവതാരത്തിന് തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ശ്രീരാമകൃഷ്ണദേവൻ അവതാരത്തിന് തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇനി ഭാവിയിലേക്ക് പോകേണ്ടവരെ തിരഞ്ഞെടുത്തത്. ഒരാളെ പോലും ഭഗവാൻ തിരഞ്ഞെടുത്ത് പോയിട്ടില്ല. ഭഗവാൻ തന്നെ 3-4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്ത് വരുന്നവരെ കുറിച്ച്. അതിൽ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ വരുന്ന അനവധി ആളുകൾ. അതിലാരോ 1-2 പേരൊക്കെ തെറ്റിത്തെറിച്ച് ഈ ഭഗവാന്റെ മുറിയിൽ വന്ന് പെട്ടെങ്കിലാണ് അങ്ങനെ വന്ന് വീണവരുണ്ട്. മറ്റൊന്ന് ഭഗവാൻ അന്വേഷിച്ച് പോയവരുണ്ട്. ഇന്ന ആളുകളെ പോയിന്റ് ചെയ്തിട്ട് അവരെ കാണാൻ പോയി അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെയൊക്കെ അങ്ങോട്ട് പോയി കാണുകയായിരുന്നു. കേശവചന്ദ്രസേനെ അങ്ങോട്ട് പോയി കാണുകയായിരുന്നു. അത് കൂടാതെ ഭഗവാൻ തന്നെ തെരഞ്ഞെടുത്ത ആളുകളുണ്ട്. കാര്യം ഭഗവാന്റെ ആ സ്വധാമത്തിൽ നിന്ന് ഒന്നിച്ച് പുറപ്പെട്ട ദിവ്യാത്മാക്കളാണ്. അതിനു മുൻപുണ്ടായിരുന്ന ഗൗരാംഗന്റെ അവതാരം ഉണ്ടായിരുന്നപ്പോൾ, ഗൗരാംഗന്റെ അവതാരം 1700കളിലാണ് സംഭവിച്ചത്. 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. 700 തൊട്ട് മുമ്പ്. ആ ഗൗരാംഗന്റെ കാലത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാര കാലത്ത് അന്ന് കൂടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭജന സംഘത്തിൽ ഉണ്ടായിരുന്ന പലരും പിന്നീട് ശ്രീരാമകൃഷ്ണദേവന്റെ കാലത്തും ജനിച്ചു. അതിലൊരാളായിട്ട് ബൽറാം ബസുവിനെ ഭഗവാൻ തന്നെ പറയുന്നു, നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, ബൽറാം ബസുവിനെ. അങ്ങനെ പലരും. അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ അവതാര കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരു സംഘം ശ്രീരാമകൃഷ്ണദേവന്റെ അവതാരകാലത്ത് കൂടെ ജനിക്കുന്നുണ്ട്, കൂടെ വരുന്നുണ്ട്. കൂടെ ജനിക്കല്ല, കൂടെ ആ അവതാരകാലത്തൂടെ വരുന്നുണ്ട്. അതിൽ എന്തുകൊണ്ടും പ്രാധാന്യം ഈ ഏകദേശം 16 സന്യസ്ത ശിഷ്യന്മാരാണെങ്കിലും അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി നരേന്ദ്രനെ തന്നെയാണ്. നരേന്ദ്രനാണ് നരേന്ദ്രൻ കാളിമാതാവിൻ്റെ അവതാരമാണ്. അത് ഭഗവാൻ തന്നെ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നുണ്ട്. അവൻ കാളിമാതാവിൻ്റെ അവതാരമാണ്. കാളിമാതാവ് തന്നെയാണ് നരേന്ദ്രനായിട്ടും ഭഗവാനോടൊപ്പം വരുന്നത്. അപ്പോൾ ആ തരത്തിൽ പറഞ്ഞു വന്ന നരേന്ദ്രൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴാണ് ഒരു മുഷിൻ്റെ വേഷമായിട്ട്. അങ്ങനെ പാട്ട് പാടാനൊന്നും അധികം അറിയില്ല. വളരെ ഒന്നും വിശ്വസിക്കാത്തൊരു ചെറുപ്പക്കാരനായിട്ട്, ഒന്നിനോടും അങ്ങനെ വിശ്വാസമൊന്നുമില്ല. പ്രത്യേകിച്ച് ബ്രഹ്മസമാജത്തിൻ്റെ അംഗം കൂടിയാണ്. കേശവചന്ദ്രസേനൻ്റെ ഫോളോവറാണ്. കേശവചന്ദ്രസേനാണ് അന്നത്തെ കാലത്തെ എല്ലാ യുവാക്കളുടെയും റോൾ മോഡൽ. ഒരു കേശവചന്ദ്രസേനൻ ഫാൻസ് അസോസിയേഷനിൽ പെട്ടവരാണ് ഇവരൊക്കെ, ഈ നരേന്ദ്രനൊക്കെ. അവരുടെ ഒരു പ്രശ്നം, അവർ വിഗ്രഹാരാധന അംഗീകരിക്കുന്നില്ല. ഈശ്വരൻ വിഗ്രഹാരാധനയിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് ബ്രഹ്മസമാജംകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉഗ്രൻ ഫോളോവറാണ് നരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ കാളി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ കാളി വിഗ്രഹത്തെ പോലും നരേന്ദ്രൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിക്കാത്തൊരു ചെറുപ്പക്കാരനാണ് ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ മുന്നിൽ വരുന്നത്. ഒരു തരത്തിൽ ഈ കാളിമാതാവിനെ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ശ്രീരാമകൃഷ്ണദേവൻ പിന്നീട് നരേന്ദ്രനോട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ മേലാൽ ഇതിനകത്ത് കാലുകുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രൻ അത് ശ്രദ്ധിച്ചില്ല. ആ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാനും ശ്രീരാമകൃഷ്ണദേവനെ അറിയാം, നരേന്ദ്രൻ അത് ശ്രദ്ധിക്കാനും പോകുന്നില്ല. കാരണം ആദ്യഘട്ടങ്ങളിലൊന്നും ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് നല്ല വഴക്കിലായിരുന്നു. പറഞ്ഞാൽ കേൾക്കില്ല. രാഘാലൊന്നും അങ്ങനെയല്ല. രാഘാലൊക്കെ മാനസപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് എല്ലാം ശ്രീരാമകൃഷ്ണദേവനോടുള്ള ആ ഒരു പ്രിയം കൂടിയത്. പക്ഷെ നരേന്ദ്രൻ അങ്ങനെ ആയിരുന്നേയില്ല. നരേന്ദ്രൻ തർക്കത്തിൻ്റെ ഒരാളായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ബ്രഹ്മസമാജത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിട്ടാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രൻ അങ്ങനെ പെരുമാറുന്നത് എന്ന് ഹസ്ര മഹാശയൻ
ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവന് പറഞ്ഞു കൊടുത്തു എന്തുകൊണ്ടാണ് നരേന്ദ്രൻ ഇങ്ങനെ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നത്. ഇപ്പം കാളിമാതാവിനെ അംഗീകരിക്കില്ല, ശ്രീരാമകൃഷ്ണദേവൻ അവതാരമേ അല്ല, അങ്ങനെ അവതാരം എന്നുള്ള കഥയൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്, ആ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട എന്ന മട്ടിൽ ശ്രീരാമകൃഷ്ണദേവനെ പരമാവധി റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രൻ തുടക്കത്തിലുണ്ടായത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്ക് ഇങ്ങനെ നരേന്ദ്രനെ കാണാതിരിക്കാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസം വന്നില്ലെങ്കിൽ വ്യാകുലത കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും ശ്രീരാമകൃഷ്ണദേവൻ. മാസ്റ്റർ മഹാശയനോട് പറയും ഒന്ന് പോയി അവനെ വിളിച്ചുകൊണ്ട് വന്നത്. ആ ആളുടെ അവസ്ഥ ഇതാണെന്നുള്ള ആലോചിച്ച് നോക്കുക. അപ്പോൾ ഹസ്രമഹാശയൻ പറഞ്ഞു, ഇങ്ങനെ എന്തിനാണ് നരേന്ദ്രനെ കുറിച്ച് വ്യാകുലപ്പെടുന്നത്? അങ്ങക്ക് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഇയാൾ ഒട്ടും യോജിക്കാത്ത ഒരാളാണ്. ഒന്നാമത് നേരെ ചെല്ലുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലായിട്ട് എന്നാണ് ഹസ്ര പറയുന്നത്. പഠിത്തത്തിൽ വലിയ അല്പം മോശക്കാരനായിരുന്നു, വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല പഠിത്തത്തിൽ. പിന്നെ ഈ തർക്കം ഒന്നും അംഗീകരിക്കില്ല, അങ്ങേറ്റത്തെ തർക്കം. അപ്പോൾ ഹസ്ര പറഞ്ഞു അങ്ങെന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹസ്ര തന്നെ പറയാം അയാളൊരു കള്ളത്തരം കൂടെ ഉണ്ട് അയാളുടെ കയ്യിലിത്തിരി എന്ന് പറഞ്ഞു. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു അതെന്ത് കള്ളത്തരമാണ്? അത് അയാൾ ബ്രഹ്മസമാജത്തിൻ്റെ ആളാണല്ലോ. അയാൾ ഇവിടെ വന്ന് കാളിമാതാവിനെ അംഗീകരിക്കുകയോ കാളിമാതാവിനെ കുറിച്ച് എന്തെങ്കിലും അടുപ്പം കാണിക്കുകയോ ഈ ദക്ഷിണേശ്വരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഇയാൾക്ക് ആഭിമുഖ്യമുണ്ടെന്ന് ആരെങ്കിലും ബ്രഹ്മസമാജത്തിൻ്റെ ആളുകൾ അറിഞ്ഞാൽ അത് വളരെ മോശമാണ്. കാര്യം അവരുടെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു യുവ കേസരിയാണ് നരേന്ദ്രൻ. ഇപ്പം കേശവചന്ദ്രസേനെ പോലെയൊക്കെ ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന മഹാനേതാക്കന്മാരോടൊപ്പം നിന്ന് യുവജനങ്ങളെ, അന്നത്തെ കോളേജ് സ്റ്റുഡൻസിനെ മുഴുവൻ, യങ്സ്റ്റേഴ്സ് മുഴുവനും ബ്രഹ്മസമാജത്തിൻ്റെ അംഗമാണ്. മാസ്റ്റർ മഹാശയൻ ബ്രഹ്മസമാജത്തിൻ്റെ അംഗമാണ്. വരുന്നവർ മുഴുവൻ ബ്രഹ്മസമാജ അംഗങ്ങൾ മാത്രമാണ് അവിടെ വരുന്നത്. അവിടെ വരുന്നത് ബ്രഹ്മസമാജ അംഗങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരും ബ്രഹ്മസമാജ അംഗങ്ങളാണ്. കാരണം എല്ലാവരും ബ്രഹ്മസമാജത്തിൻ്റെ ആളുകളാണ്. കാരണം അത്രമേൽ ശക്തമായ ഒരു സംഘടനയാണ് അന്നത്തെ കാലത്ത് ബ്രഹ്മസമാജം. പ്രത്യേകിച്ച് ഈ കേശവചന്ദ്രസേനെ പോലുള്ളവരുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന അവരുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആളെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഭാഷയിൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതാവാണ് നരേന്ദ്രൻ. ആ നരേന്ദ്രൻ കാളിമാതാവിനെ അംഗീകരിക്കുകയോ കാളിമാതാവിനെ വന്ദിക്കുകയോ കാളിമാതാവിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ ആ പ്രസ്ഥാനം തന്നെ പ്രശ്നത്തിലാവും. അത് നരേന്ദ്രനറിയാം. അതുകൊണ്ട് ഒരു പൂർണ്ണ ബോധ്യം വരാത്തിടത്തോളം കാലം ശ്രീരാമകൃഷ്ണദേവനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ സാധാരണ വിചാരിക്കും അപ്പോൾ ഇത് ശ്രീരാമകൃഷ്ണദേവനും നരേന്ദ്രനും തമ്മിൽ അങ്ങനെ യോജിപ്പില്ലാതെയാണോ ഇവരിങ്ങനെ പരസ്പരം? ഇവർ പരസ്പരം അറിയാവുന്നവരാണ്, സ്വധാമത്തിൽ നിന്ന് വന്ന രണ്ടുപേരാണ് ഇവർ. പക്ഷെ മായ എന്താണെന്ന് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഇതാവശ്യമായി. മായ എങ്ങനെയാണ് ഈശ്വരനെ കാണാൻ ഒരു മറയാകുന്നത് മനുഷ്യന് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ ഒരു നാടകമായിരുന്നു ശ്രീരാമകൃഷ്ണദേവനും നരേന്ദ്രൻ. നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല. ഈശ്വരനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളുടെ പ്രശ്നം. നമ്മളിവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈശ്വരനെ കാണുന്നില്ല. ഈശ്വരനെ കാണാനുള്ളൊരു ഒരു സാവകാശവും നമുക്കില്ല. നമ്മളിവിടെ നമ്മുടെ സൗകര്യത്തിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെ സ്വന്തം സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ലാതെ ശ്രീരാമകൃഷ്ണദേവനോട് ഇഷ്ടമുണ്ടായിട്ടില്ല. നമ്മുടെ സൗകര്യമാണ് പ്രധാനമായിട്ട് കണക്കിലെടുക്കുന്നത്. അതാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ ഒരു പ്രശ്നം, മായയുടെ ഒരു പ്രശ്നമാണ്. ഇന്നിപ്പോൾ ഒരു കല്യാണമുണ്ടെങ്കിൽ നമ്മൾ വരില്ല. ഇന്ന് വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ വരില്ല. ഇന്ന് നമുക്ക് ഇതിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന മറ്റൊരു പ്രശ്നമെങ്കിൽ നമ്മളിവിടെ വരില്ല. അപ്പോൾ ഈ മായ കാരണമാണ് നമുക്ക് ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു മറ എപ്പോഴും ഉണ്ട്. ഈ മറ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രനും ശ്രീരാമകൃഷ്ണദേവനും. ഒരേ അവതാരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അവർ. അപ്പോൾ ഈ മറയെ നമുക്ക്
നരേന്ദ്രൻ്റെ അവസാന കാലം വരെയും നരേന്ദ്രൻ ഈ മറയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഈ മറയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെ അപ്പം ഈ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് പറയുന്നുണ്ട്, കൂടെ കൂടെ വരണം എന്ന്, മുടങ്ങാതെ വരണം എൻ്റെ അടുത്തേക്ക് എന്നിങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ. അത് ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം, ശ്രീരാമകൃഷ്ണദേവൻ ഇത് ആവർത്തിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, എന്തുകൊണ്ടാണ് നരേന്ദ്രനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വ്യാകുലപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നതാണ്. ശ്രീരാമകൃഷ്ണദേവന് വ്യാകുലതയൊന്നുമില്ല, നരേന്ദ്രനും വ്യാകുലതയൊന്നുമില്ല, അവർക്ക് പരസ്പരം അറിയാം. പക്ഷെ നിങ്ങൾക്ക് തോന്നും ഞാൻ നരേന്ദ്രനെ പ്രതി വ്യാകുലപ്പെടുന്നുണ്ട് എന്ന് തോന്നും. അതിന് കാരണമായിട്ട് പറയുന്നത്, സാധാരണഗതിയിൽ ജനിക്കുമ്പോൾ തന്നെ നിത്യസിദ്ധനായിട്ട് ജനിച്ച ആളാണ് നരേന്ദ്രൻ. നരേന്ദ്രൻ്റെ ജന്മം തന്നെ നിത്യസിദ്ധനായിട്ടുള്ളൊരു ജനനമാണ്. അപ്പോൾ നിത്യസിദ്ധനായിട്ടുള്ള ഒരാളെ, ആ വ്യക്തിയെ സംബന്ധിച്ച് വിഷയികളല്ല അവരാരും. നരേന്ദ്രന് വിഷയാസക്തിയേയില്ല. സത്യാന്വേഷണമാണ് പ്രധാനമായും നരേന്ദ്രൻ്റെ ജീവിത ദൗത്യം തന്നെ സത്യാന്വേഷണമാണ്. ഒരു സത്യാന്വേഷി എങ്ങനെയാണ് സത്യം അന്വേഷിക്കേണ്ടതാണ് നരേന്ദ്രൻ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചത്. അല്ലാതെ കണ്ണടച്ച് വിശ്വസിക്കണമെന്നല്ല പറഞ്ഞത്. അത് എങ്ങനെയാണ് ഒരു സത്യാന്വേഷി ഈശ്വരനുമായിട്ട് സഖ്യമുണ്ടാകുന്നത് എന്ന് നരേന്ദ്രൻ തന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ മട്ടിലുള്ളൊരു പ്രവർത്തനം നമുക്ക്, ഇതാണ് വചനാമൃതത്തിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്നത്. അതേപോലെ മറ്റൊരു പ്രധാന കാര്യം, അതെ, നരേന്ദ്രൻ ആരെയും വകവെക്കുന്ന ഒരാളല്ല. നരേന്ദ്രനെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അത് അതേപടി സ്വീകരിക്കുന്ന ഒരാളല്ല. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഞാൻ അവനെ ഒരു തൈച്ചെടി എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതുപോലാണ് ഞാൻ അവനെ സംരക്ഷിക്കുന്നത്. ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന് ചുറ്റും വേലി കെട്ടി അതിന് വേണ്ടത്ര വളം നൽകി മറ്റ് ആടുമാടുകൾ തിന്നാതിരിക്കാൻ എങ്ങനെയാണോ ഒരു ചെടിയെ സംരക്ഷിക്കാൻ കഴിയുക, അതേപോലെയാണ് ഞാൻ നരേന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രീരാമകൃഷ്ണദേവൻ തന്നെയാണ് മാസ്റ്റർ മഹാശയനോട് പറഞ്ഞത്. പുറമേ കാണുന്നതല്ല യാഥാർത്ഥ്യം, ഞങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ അന്തർധാര ഇതാണ്. ഇങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രനെ എങ്ങനെയാണ് ഈ ലോകത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഏകദേശം 5 വർഷം മാത്രമേ ഈ ട്രെയിനിങ് പീരീഡ് ഉള്ളൂ. രണ്ടുപേർക്കും അതറിയാം. ഈ 5 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് ബാക്കിയുള്ള 16 വർഷം ഈ ലോകത്തിന് ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്ദേശം നൽകാൻ പ്രാപ്തനാവേണ്ടത് നരേന്ദ്രനാണ്. അങ്ങനെ പ്രാപ്തനാവേണ്ട ഒരാൾ എത്രമാത്രം ശക്തനായിരിക്കണമെന്ന് ശ്രീരാമകൃഷ്ണദേവന് മുൻകൂട്ടി അറിയാം. അതിനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുക. അത്രയും സംരക്ഷണമാണ് ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഇതിനകത്ത് തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, നരേന്ദ്രൻ ആദ്യഘട്ടം കഴിയുമ്പോൾ, അതായത് 84 ആകുമ്പോൾ, 81 ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്നത്. 84 വരെ പോയി, ഇങ്ങനെ പോവുക. 84 നരേന്ദ്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ ഘട്ടം തുടങ്ങുന്നത്. അച്ഛൻ മരിക്കുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് കുടുംബഭാരം മുഴുവനും നരേന്ദ്രനെ ഏൽക്കേണ്ടി വരും. അപ്പം ആ ഭാഗം വളരെ രസകരമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ 1-2 ഇടത്ത് നമ്മുടെ വചനാമൃതത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈശ്വരൻ നരേന്ദ്രനോട് കരുണ കാണിക്കാത്തത്? നരേന്ദ്രനോട് ഈശ്വരൻ കരുണ കാണിച്ചിട്ടേയില്ല. ഒരു വ്യക്തിയെ എത്രമാത്രം സങ്കടപ്പെടുത്താമോ, എത്രമാത്രം കഷ്ടപ്പെടുത്താമോ, അത് മുഴുവനും സ്വന്തം ജീവിതത്തിൽ നരേന്ദ്രൻ വളരെ ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ആലോചിക്കണം, വെറും 19 വയസ്സ് മുതൽ 19 വയസ്സ് മുതൽ അനുഭവിക്കുന്ന ഒരാളാണ്. ആകെ 39 വയസ്സ് വരെ ആയുഷ്കാലമുണ്ട്. അതിൽ 19 വയസ്സ് മുതൽ തുടങ്ങുകയാണ്.
19ാമത്തെ വയസ്സിൽ ഒരു കുടുംബഭാരം മുഴുവൻ ഏൽക്കേണ്ടി വരിക ഒരു വശത്ത്. അച്ഛനുണ്ടാക്കിയ കടങ്ങൾ മുഴുവനും പ്രശ്നങ്ങളുണ്ടാക്കി, കുടുംബക്കാർ മുഴുവൻ കൈയൊഴിയും ആ കുടുംബത്തെ. ഒരമ്മയും മക്കളും കൂടെ അനുഭവിക്കുന്ന വേദന. സ്വാമിജി പിന്നീട് അവസാന കാലമായി ബലൂർ മഠത്തിലൊക്കെ വിശ്രമ ജീവിതത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ പഴയ ബലൂർ മഠം കെട്ടിട ആ മന്ദിരത്തിൻ്റെ പഴയ മന്ദിരത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് സ്വാമിജിയുടെ മുറി. ഗംഗയിലേക്ക് അഭിമുഖമായിരിക്കുന്ന മുറിയാണ്. ഇപ്പോഴും നമുക്ക് അവിടെ പോകുമ്പോൾ അത് കാണാൻ പറ്റും, സ്വാമിജിയുടെ മുറി കാണാം. ആ മുറിയിൽ സ്വാമിജി ഇരിക്കുമ്പോൾ ആ പടിക്കെട്ടുകൾ ഇറങ്ങി, ആ പഴയ മന്ദിരത്തിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്നിടത്ത് ഇപ്പോഴും ഒരു വലിയ മാവ് വളർന്നു നിൽപ്പുണ്ട്. വല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ മാവിൻ്റെ ചുവട്ടിൽ വന്ന് നരേന്ദ്രനെ അമ്മ ബിലേ എന്ന് വിളിക്കുമായിരുന്നു. ആ ബിലേ എന്നുള്ള വിളി കേട്ട് നരേന്ദ്രൻ അന്നത്തെ ഒരു കുഞ്ഞിനെ പോലെ ഇറങ്ങി ഓടി വരുമായിരുന്നു. വളരെ അപൂർവമായിട്ടാണ് അമ്മ നരേന്ദ്രനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ബിലേ എന്നുള്ള ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ വിശ്വവിജയിയായ സ്വാമിജിയാണ് മുകളിലിരിക്കുന്നത്. ഒരു മഹാ ആധ്യാത്മിക പ്രസ്ഥാനത്തെ മുഴുവൻ പടുത്തുയർത്തിയ ഒരു വലിയ മഹാരാജാവാണ് മുകളിലിരിക്കുന്നത്, ചക്രവർത്തിയാണ് മുകളിലിരിക്കുന്നത്. ആ ഭാവം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ബിലേ എന്നുള്ള ഒറ്റ വിളിയിൽ നരേന്ദ്രൻ ഓടി വരും അമ്മയെ കാണാനായിട്ട്. അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. കാരണം തൻ്റെ ആ 19ാമത്തെ വയസ്സ് മുതൽ അമ്മയും സഹോദരങ്ങളും അനുഭവിച്ചിട്ടുള്ള വേദന. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ല. ശ്രീരാമകൃഷ്ണദേവൻ അതിന് പറഞ്ഞൊരു നല്ല ഉദാഹരണമുണ്ട്. ഹസ്ര തന്നെയാണ് അത് കളിയാക്കിയത്. ഹസ്ര എപ്പോഴും ശ്രീരാമകൃഷ്ണദേവനെ ഇങ്ങനെ ചൊറിയുന്നൊരു സ്വഭാവം ഹസ്രയ്ക്ക് പണ്ടേ ഉണ്ടല്ലോ. ഹസ്ര പറഞ്ഞു, ശ്രീരാമകൃഷ്ണൻ സാധാരണഗതിയിൽ ധനവാന്മാരെയും പ്രശസ്തരെയും മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, സാധാരണക്കാരെ അംഗീകരിക്കുന്ന ആളല്ല ശ്രീരാമകൃഷ്ണദേവൻ എന്ന് ഹസ്ര എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു. അപ്പം അതിന് പകരമായി ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഒരു വാഴക്ക ചുട്ടാൽ അതിന് ഉപ്പ് കൂട്ടാനില്ലാത്ത നരേന്ദ്രനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. ആ പ്രയോഗം നോക്കൂ. ഒരു വാഴക്ക ചുട്ടാൽ അത് തിന്നാൻ ഉപ്പ് കൂട്ടാനില്ല, ആ നരേന്ദ്രനാണ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടത്. അത് ഹസ്രയോട് പറഞ്ഞു എന്നുള്ളത് ശരി. നമ്മളപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ഉദാഹരണം എവിടുന്ന് വന്നു? ഒരു വാഴക്ക ചുട്ടാൽ ഉപ്പ് കൂട്ടാൻ കഴിവില്ലാത്തവനാണ്, അതിനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ല, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത ആളാണ്. കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എന്തെങ്കിലും അവശേഷിക്കുന്ന ഭക്ഷണം അമ്മ നരേന്ദ്രന് വേണ്ടി ഒരുക്കി വെക്കുമ്പോൾ, ഞാൻ പുറത്തുനിന്ന് ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നിട്ടാണ് കയറി വരുമ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് കള്ളം പറയുകയാണ് അമ്മയോട്. കാരണം ആ ശേഷിക്കുന്ന അല്പം ഭക്ഷണം തൻ്റെ സഹോദരങ്ങളും അമ്മയും കഴിക്കാൻ വേണ്ടിയിട്ട് എത്രയോ നാളുകളാണ് പട്ടിണി കിടന്നത്. എത്രയോ നാളൊന്നുമില്ല, മുഴുവൻ പട്ടിണിയായി. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതകാലത്ത് മുഴുവനും പട്ടിണിയായി. ആ ഭഗവാൻ ദേഹത്യാഗം ചെയ്ത് പിന്നീട് ഈ സന്യാസി സംഘത്തെ മുഴുവനും നയിക്കുന്ന കാലത്തുമൊക്കെ മുഴുവൻ പട്ടിണിയായി. ആരോട് പറയാൻ പറ്റും? കാര്യം ആ ബംഗാളിലെ അല്ലെങ്കിൽ കൽക്കട്ട നഗരത്തിലെ ഏറ്റവും ഉയർന്ന സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അച്ഛനെ പോലെ പ്രശസ്തനായ വക്കീൽ. ആ വീട് കാണുമ്പോൾ നമുക്കിന്നറിയാം, നരേന്ദ്രൻ്റെ ഇന്ന് കൽക്കട്ടയിലെ സ്വന്തം കുടുംബ വീട് നമ്മളിപ്പോൾ കാണുമ്പോൾ ആ പ്രൗഢി, ആ കുടുംബത്തിൻ്റെ പ്രൗഢി എത്രമാത്രമായിരുന്നു നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയുള്ള പ്രൗഢിയിലുള്ള ആ അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഈ വാഴക്ക ചുട്ടാൽ തൊട്ടുകൂട്ടാൻ ഉപ്പ് പോലും കിട്ടാൻ നിവർത്തിയില്ലാത്തവനായി മാറിയ ഒരു നരേന്ദ്രൻ. അത് ആ യുവത്വം മുഴുവനും അങ്ങനെ തന്നെ കഴിയേണ്ടി വന്നു. അപ്പോൾ എത്രമാത്രമായിരുന്നു ആ ജീവത്യാഗത്തിൻ്റെ ഒരു അംശം. ഭഗവാൻ ആണ് സംരക്ഷിച്ച് നിർത്തുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നരേന്ദ്രൻ്റെ രക്ഷ. അല്ലെങ്കിൽ നരേന്ദ്രനെ പോലുള്ള അന്നത്തെ ആ യുവ സമൂഹത്തിൻ്റെ മുഴുവൻ എല്ലാവരും ഈ ഒരു തലത്തിലായിരുന്നു. അതായത്
ഇവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോൾ രാമകൃഷ്ണൻ സ്വാമി പറഞ്ഞ, അതായത് ശശി മഹാരാജ് ബാരാനഗറിൽ ഇവരുടെ ആശ്രമം നിർമ്മിച്ച സമയത്ത് ശശി മഹാരാജ് ഭഗവാന്റെ ആ ചിത്രത്തോട് അല്ലെങ്കിൽ ഭഗവാന്റെ ആ പ്രതിഷ്ഠയോട് നോക്കി പറഞ്ഞത്, ഞാൻ മണ്ണ് കുഴച്ച് തരും എന്നാണ് പറഞ്ഞത്. നമ്മൾ നിവേദ്യം വെക്കുന്ന പോലെ നിവേദ്യം വെക്കാൻ അരിയില്ല, താഴേന്ന് ഞാൻ മണ്ണ് കുഴച്ച് കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ മണ്ണ് കുഴച്ച് കഴിക്കേണ്ട അവസ്ഥയിലേക്കാണ് ആ യുവസംഘം ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചത്. എത്രമാത്രം ത്യാഗോജ്വലമായിരുന്നു. ഈശ്വരനെ അറിയാൻ വേണ്ടിയാണത്, അല്ലാതെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനോ ഒരു വലിയ ആധ്യാത്മിക സമുദായത്തെ വളർത്തിയെടുക്കാനോ ഒന്നും ആയിരുന്നില്ല. ഈശ്വരനെ അറിയുക, ഈശ്വര സാക്ഷാത്കാരം നേടുക, ഇത് മാത്രമായിരുന്നു അന്നത്തെ ആ 19 വയസ്സും ഒക്കെയുള്ള ആ ഗ്രേഡിൽ പെടുന്ന ചെറുപ്പക്കാരുടെ അവരുടെ ആ ത്യാഗത്തിൻ്റെ അവരെ നയിക്കുകയായിരുന്നു നരേന്ദ്രൻ. എങ്ങനെയാണ് അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുക? കുടുംബത്തിലുള്ളവരൊക്കെ ചിലരെയൊക്കെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാൻ പോയി. അപ്പോഴൊക്കെ നരേന്ദ്രൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. കാരണം ഒരു തൊഴിൽ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ തൊഴിൽ അന്വേഷിച്ചു നരേന്ദ്രന് വേണ്ടിയിട്ട്. നരേന്ദ്രന് വേണ്ടി തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നുണ്ട്. അത് ചിലയിടത്ത് ഇത് പറയുന്നുണ്ട്. അതൊരിടത്ത് ഞാൻ നോട്ട് ചെയ്തിരുന്നു ആ ഒരു സംഗതി. അതായത് താൻതാനിയയിലെ ഈശാനൻ്റെ വീട്ടിൽ, താൻതാനിയയിലെ ഈശാനൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കീഴിൽ പലർക്കും ആ ഉദ്യോഗം നൽകാൻ പവറുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ് ഈശാനൻ. ആ ഈശാനോട് പറഞ്ഞു നരേന്ദ്രന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം, അവൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, അവൻ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം എന്ന് ശ്രീരാമകൃഷ്ണദേവനാണ് റെക്കമെൻഡ് ചെയ്തത്. അതിന് നരേന്ദ്രൻ ഈ ശ്രീരാമകൃഷ്ണദേവനോട് വഴക്കുണ്ടാക്കി. എൻ്റെ കാര്യം എനിക്കറിയാമെന്ന് നോക്കാൻ, എന്നെക്കുറിച്ച് എങ്ങനെ റെക്കമെൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ നരേന്ദ്രനോട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നിനക്ക് വേണ്ടി ഞാൻ ഓരോരോ വീടുകൾ തോറും തെണ്ടുന്നു, ഭിക്ഷയാചിക്കും, നിനക്ക് വേണ്ടി ഓരോരോ വീടുകൾ തോറും ഞാൻ ഭിക്ഷയാചിക്കും. അപ്പോൾ എത്രമാത്രമാണ് നരേന്ദ്രൻ്റെ പട്ടിണിയുടെ ഒരു കാഠിന്യം എത്രയാണെന്ന് ആലോചിച്ചു. നിനക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഭിക്ഷയാചിക്കും, ഓരോ വീട്ടിലും കയറി, അതിലെനിക്ക് സന്തോഷമുള്ളൂ. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കൽ നരേന്ദ്രനോട് ചോദിച്ചു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, കാരണം ഞാൻ അവതാരം ഈശ്വരനാണ്. അത് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം, കാര്യം ഈശ്വര അവതാരമാണ് എന്നുള്ളത് അറിയാം. പല തവണ അത് മാസ്റ്റർ മഹാശയനോട് ഭഗവാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്നെക്കുറിച്ച് നീ എന്ത് വിചാരിക്കുന്നു, കാര്യം എൻ്റെ ഈ അവതാരത്തെക്കുറിച്ച് നീ എന്ത് വിചാരിക്കുന്നു എന്ന് പല തവണ മാസ്റ്റർ മഹാശയനോട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നതെന്നറിയാം. ഇത് നരേന്ദ്രനോടും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, എനിക്കെന്തും സാധിക്കും, പക്ഷെ എൻ്റെ ഈ ശരീരത്തിലൂടെ എനിക്ക് സാധിക്കില്ല, എൻ്റെ ഈ ശരീരത്തിലൂടെ ഞാനിത് ചെയ്യില്ല, നിന്നിലൂടെ എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ നിന്നിലൂടെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. നരേന്ദ്രൻ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. വചനാമൃതത്തിലുള്ളതാണ്, നിന്നിലൂടെ പ്രവർത്തിക്കാമെന്ന്. അത് എന്തും സാധിക്കും, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്തും സാധിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അത്രയും പവർഫുള്ളായിരുന്നു ആ അവതാരം. കാരണം ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ വന്ന് ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നമായ ബ്രഹ്മസമാജം പോലുള്ളൊരു വലിയ സംഘടന കുഴച്ചു മറിച്ചിട്ടിരിക്കുന്ന ഒരു കൽക്കട്ടയിൽ വന്നിട്ട് ആ വ്യക്തികളെ ഇത്രമാത്രം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശ്രമം എന്തുറപ്പിലാണ് അത് സാധ്യമാകുക, എങ്ങനെ വിശ്വസിക്കുക? ആ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടൊന്നും അല്ല അത് ചെയ്തത്, മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരികയായിരുന്നു ആളുകളെ. അപ്പോൾ എത്രമാത്രമാണ് ഭഗവാൻ ഇതിനു വേണ്ടി എത്ര ശക്തമായിട്ടാണ് ഈ സമൂഹത്തിലേക്ക് ഇടപെടാൻ ശ്രമിച്ചത്. ഭഗവാന്റെ ആ ശ്രമിക്കുന്ന, അതാണ് ഭഗവാൻ പറഞ്ഞ, എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല, പകരം നിന്നിലൂടെ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞത് ഭഗവാൻ ചെയ്തു. എങ്ങനെ? അത് നരേന്ദ്രൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി നരേന്ദ്രനെ അത് ചെയ്യിച്ചു. ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടും ലോകത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ലോകത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ 16 പേരിലൂടെ അത്ഭുതാനന്ദ സ്വാമിയെ പോലെ ഒന്നും അറിഞ്ഞുകൂടാത്ത
വെറും പൊട്ടത്തരം മാത്രം ജീവിതത്തിൽ അറിയാവുന്ന അത്ഭുതാനന്ദ സ്വാമി, ലാട്ടുവിനെ പോലുള്ളവരെ വെറും ഒരു ഇടയച്ചെറുക്കനെ അത്ഭുതാനന്ദ സ്വാമിയായി മാറ്റുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ ശ്രീരാമകൃഷ്ണദേവന് ചെയ്യാമെങ്കിൽ നരേന്ദ്രൻ്റെ ദാരിദ്ര്യമൊന്നും മാറ്റാൻ ശ്രീരാമകൃഷ്ണദേവന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ ഒരു പ്രധാന ഇത് ശ്രീരാമകൃഷ്ണദേവൻ പ്രവർത്തിച്ചതിൻ്റെ ഒരു നല്ല ഉദാഹരണം വിശ്വനാഥ ചതോപാധ്യായയുടെ ജീവിതത്തിലുണ്ട്. വിശ്വനാഥ ചതോപാധ്യായ എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായിരുന്നു. യഥാർത്ഥത്തിൽ വിശ്വനാഥ ചതോപാധ്യായ നേപ്പാൾ ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായി, കൽക്കട്ടയിലെ പ്രതിനിധിയാണ്. ആ കൽക്കട്ടയിലെ പ്രതിനിധിയായിരുന്ന വിശ്വനാഥ ചതോപാധ്യായ ഇവിടുത്തെ ഗവർണർ ജനറൽ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വെള്ളപ്പൊക്കം വന്ന് നേപ്പാളിലേക്കുള്ള സകല ഭക്ഷണങ്ങളും, അതായത് ധാന്യങ്ങളും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി. നേപ്പാൾ ഒരു കടുത്ത ദാരിദ്ര്യത്തിലേക്ക് മാറി. ഇത് വിശ്വനാഥ ചതോപാധ്യായെ പോലുള്ള ഒരു ക്യാപ്റ്റൻ എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ വിശ്വനാഥ ചതോപാധ്യായെ വിളിക്കുക, ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുക. ആ വിശ്വനാഥ ചതോപാധ്യായയുടെ വീഴ്ച കൊണ്ടാണ് നേപ്പാളിന് പട്ടിണി നേരിടേണ്ടി വന്നതെന്ന് പറഞ്ഞ് നേപ്പാൾ രാജാവ് വിശ്വനാഥ ചതോപാധ്യായെ തൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. അന്ന് ശ്രീരാമകൃഷ്ണദേവന് വിശ്വനാഥ ചതോപാധ്യായക്ക് അറിയില്ല. ആരോ പറഞ്ഞു ദക്ഷിണേശ്വരത്ത് ഒരു മഹായോഗിയുണ്ട്, ആ യോഗിയെ ചെന്ന് കണ്ട് സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. അപ്പം ആ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്വനാഥ ചതോപാധ്യായ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിൽ ചെല്ലുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഒന്നേ പറഞ്ഞുള്ളൂ, നീ ധൈര്യമായിട്ട് നേപ്പാൾ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലും, ബാക്കി ഞാൻ ചെയ്തോളാം. പിന്നെ സംഭവിക്കുന്നത് എന്തായിരുന്നോ വിശ്വനാഥ ചതോപാധ്യായ അതുവരെ അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് വിശ്വനാഥ ചതോപാധ്യായ നേപ്പാൾ ഗവൺമെൻറ് നിയമിക്കുകയാണ്. തിരിച്ച് ഇന്ത്യയിലേക്ക്, കൽക്കട്ടയിലേക്ക് വിശ്വനാഥ ചതോപാധ്യായ വരുന്നത് അത്രയും വലിയ പൊസിഷനോടുകൂടിയാണ്. അതോടുകൂടി ശ്രീരാമകൃഷ്ണദേവൻ്റെ കാൽക്കൽ വീണെന്ന് നമസ്കരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ ഉന്നതരായ ആളുകളാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ചുറ്റും ഇരിക്കുന്നത്. അവരിലൂടെ ഈ നരേന്ദ്രൻ്റെ കഷ്ടപ്പാടിന് പരിഹാരം കാണാൻ ഒരു നിമിഷം മതി, വെറും ഒരു നിമിഷം മതി. അവരോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഈ ആധാർലാൽ സെൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്യും, ഒരു 100 രൂപയുടെ ജോലി ഞാൻ കൊടുക്കട്ടെ എന്ന്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ 100 രൂപയുടെ ജോലി കൊടുക്കട്ടെ എന്ന്. പക്ഷെ നരേന്ദ്രൻ അത് സ്വീകരിച്ചില്ല. നരേന്ദ്രൻ ഒരു ജോലിയും സ്വീകരിച്ചില്ല. അല്ല, എനിക്ക് ജോലി വേണ്ടാമെന്ന് നരേന്ദ്രൻ പറഞ്ഞില്ല, പക്ഷെ ആ ജോലി കിട്ടാവുന്ന സാഹചര്യങ്ങളിലേക്ക് പോയില്ല. അത് ഭഗവാന്റെ ഒരു വലിയ മായയായിരുന്നു. ഒരു സന്ദർഭത്തിലും നരേന്ദ്രൻ ഒരു ജോലിയുടെ ഭാഗത്തേക്ക് ചെല്ലുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം ഭഗവാൻ ഒരുക്കിയതേയില്ല. എന്നാൽ ശ്രമം നടത്തുകയും ചെയ്തതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അങ്ങനെ ഒരു ശ്രമമേ അവിടെ ഭഗവാൻ വേണ്ടി വന്നില്ല. അത് ആവശ്യമില്ല. കാരണം നരേന്ദ്രൻ്റെ ജന്മദൗത്യം അതല്ല എന്ന് ഭഗവാന് നന്നായിട്ടറിയാം. പക്ഷെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ചില കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നരേന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരു തൊഴിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തിന്? നരേന്ദ്രനെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൗറി കിട്ടും, സ്ത്രീധനം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വീട്ടുകാർ അതിന് വരെ നിർബന്ധിച്ചു. അന്ന് കാളിമാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് നരേന്ദ്രൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ശ്രീരാമകൃഷ്ണദേവൻ. അവനെ കൊണ്ട് കുരുക്കല്ലേ എന്ന് കാളിമാതാവിനോട് പറഞ്ഞു. പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ അങ്ങനെ സംഭവിക്കില്ല. അപ്പം ആ തരത്തിൽ തൻ്റെ ആ അവതാരകാലത്ത് ഈ ലോകത്തിന് വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ സമ്മാനിച്ച ഏറ്റവും വലിയ ലോകത്തിന് തന്ന സമ്മാനമാണ്. ലോകത്തിന് തന്ന സമ്മാനമാണ്. അതുകൊണ്ടാണ് ഗുരുവിനേക്കാൾ കൂടുതൽ ഇന്ന് സ്വാമിജി ഏറ്റവും ശക്തനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ജനതയുടെ മുമ്പിൽ, ഈ ലോകത്തിന് മുമ്പിൽ. അല്ലാതെ ഒരു ചിക്കാഗോ സമ്മേളനത്തിന് പോയി മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. അതൊന്നും ഒരു ഘടകമേ അല്ല ഭഗവാന്റെ കാര്യത്തിൽ. ലോകത്തിന് തന്നെ നമ്മുടെ ആധ്യാത്മികതയും നമ്മുടെ ആ ഭാരതീയതയും നമ്മുടെ ഈശ്വര വിശ്വാസത്തെയും ഊട്ടിയുറപ്പിക്കാൻ വചനാമൃതത്തിലൂടെ നരേന്ദ്രനെ മാത്രം നമ്മൾ നിരീക്ഷിച്ചു പോയാൽ മാത്രം മതി. നമ്മുടെ ദുഃഖങ്ങൾക്കൊന്നും ഒരു വിലയില്ലെന്ന് മനസ്സിലാവും. നമുക്കെല്ലാം വാഴയ്ക്ക കൂട്ടാൻ ഉപ്പിൽ കൂടുതൽ വാഴയ്ക്ക, ഏത്തയ്ക്ക, പൊരി വരെ ഡെയിലി കിട്ടുന്ന ആളുകളാണ് നമ്മളെല്ലാം.
ആ നമ്മൾക്ക് വേണ്ടിയാണ് ഭഗവാൻ നരേന്ദ്രനെ നമ്മുടെ മുമ്പിൽ തന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം, അത് ഉൾക്കൊള്ളുന്നിടത്തോളം കാലം, അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം. അങ്ങനെ ഒരു പരിഹാരത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ ജന്മദിനത്തിന് നമ്മൾക്കെല്ലാം ശ്രീരാമകൃഷ്ണദേവൻ്റെ അനുഗ്രഹം ഈ നരേന്ദ്രനിലൂടെ നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. സ്വാമി വിവേകാനന്ദന്റെ ജയന്തി ഇന്നലെയാണ് ആഘോഷിച്ചത്. ഭക്തന്മാരുടെ സൗകര്യത്തിനായിട്ട് ഞാൻ എല്ലാ പരിപാടികളും ഞായറാഴ്ച ചെയ്യും. വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് പലരും പല വീക്ഷണത്തിലാണ് അഭിവ്യക്തമാക്കുന്നത്. പൂർണ്ണമായിട്ട് ശ്രീരാമകൃഷ്ണനെ വായിക്കാത്ത വ്യക്തിക്കും പൂർണ്ണമായിട്ട് വിവേകാനന്ദ സ്വാമിയെ വായിക്കാത്ത വ്യക്തിക്കും ചില വാക്കുകൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. എന്റെ വാക്കുകൾ പറയും മുമ്പ് ശ്രീരാമകൃഷ്ണദേവനെയും നരേന്ദ്രനാഥും ഇത് വലിയൊരു ദിവ്യ ലീലയാണ്. നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കിട്ടുന്നുണ്ട് ഒരുപാട് അവതാര പുരുഷന്മാരുടെ ലീലകൾ. കുറച്ച് കൊല്ലങ്ങൾ പോയാലേ ഇതോടെ മഹാത്മ്യം, മഹനീയത, വിശേഷത ഇന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ലോകമെമ്പാടും ശ്രീരാമകൃഷ്ണദേവനുടെ വ്യക്തിത്വവും അവരുടെ നാമവും ഗുണകീർത്തനവും വ്യാപിച്ചു നിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തുടെ മാധ്യാഹ്ന സമയത്തിൽ എത്ര മഹനീയതാവും എത്ര വിശേഷ വെളിച്ചത്തോടെ ലോകമെമ്പാടും ഈ രാമകൃഷ്ണദേവനുടെ ഈ പ്രസ്ഥാനം അഭിവ്യക്തമാകുന്നു. കൽപ്പിതം ചെയ്തു നോക്കാം. കണ്ടിരുന്നാൽ കാണാൻ കിട്ടും, കാണാൻ പറ്റെങ്കിൽ കണ്ടിരുന്നും കുരുടനാണ്. എനിക്ക് വിവേകാനന്ദ സ്വാമി ഹിന്ദുമതത്തെ കുറിച്ച് എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട്. 1500 കൊല്ലങ്ങൾക്കാണ് ഈ പ്രസ്ഥാനത്തെ തുടങ്ങിയത് വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവനോട് അനുഗ്രഹത്തോട്. അപ്പോൾ ഒരു സ്ഥലത്തിലും ശ്രീരാമകൃഷ്ണൻ വലിയ വ്യക്തിയാണോ ഇല്ല നരേന്ദ്രൻ വലിയ വ്യക്തിയാണോ നമുക്ക് പറയാൻ പറ്റേയില്ല. കാരണം അവർ പറയുന്നത് ഒരേ രൂപയുടെ ഈ സൈഡുമാണ്. രണ്ടുപേരും ശ്രീരാമകൃഷ്ണദേവൻ സ്വയം നരേന്ദ്രനാഥെ തന്റെ പണിക്കായിട്ട് വിളിച്ച് സപ്തഋഷി മണ്ഡലത്തിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ ഈ രണ്ടുപേരുടെ ബന്ധം അവരുടെ എങ്ങനെയാണ് ഈ ലീലയോട് ഒരു മാധുര്യം, അതേക്കുറിച്ച് വിശ്വനാഥൻ സാർ ഒരു 45 മിനിറ്റ് കുറുകിയ സമയമാണ്. ആ സമയത്തിൽ നമുക്ക് ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ വിവേകാനന്ദ സപ്താഹം ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ 7 ദിവസങ്ങൾ, പിന്നെയും അത് പൂർത്തിയാക്കിയാണ്. അപ്പോൾ യൂട്യൂബിലെ ശ്രീരാമകൃഷ്ണദേവനോട് ഗൃഹസ്ഥ ഭക്തന്മാരെ കുറിച്ച് വിശ്വനാഥൻ സാറോട് ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ എങ്ങനെ വിശ്വനാഥൻ എന്താ ഇതിലാണ് ടൈപ്പ് ചെയ്യുന്നത്, CK വിശ്വനാഥൻ ടൈറ്റിൽ അങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ഭഗവാനുടെ ഗൃഹസ്ഥ ഭക്തന്മാരെ കുറിച്ച് അവർ സംസാരിക്കുന്നു. ഹരിപ്പാട് ആശ്രമം പബ്ലിഷ് ചെയ്ത ഒരു ബുക്കുണ്ട്. ഇന്ന് അവർക്ക് ഉപഹാരമായിട്ട് വിവേകാനന്ദ സ്വാമിയുടെ അനുഗ്രഹമായിട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നു. ഇതിൽ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ, വൺലി സംഭവങ്ങൾ, അവരുടെ ഫിലോസഫിയോ മറ്റോ ഒരു വിഷയം അവിടെ എഴുതിയിട്ടാണ്. ഒരു യുവാവൊക്കെ എടുത്ത് വായിച്ചാൽ ഉള്ളിലേക്ക് തീ കത്തിക്കും. അങ്ങനെ ഒരുപാട് വിവേകാനന്ദ സ്വാമിയുടെ സംഭവങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ പുസ്തകം കിട്ടിയ പിന്നെ വിവേകാനന്ദ സ്വാമിയെ കുറിച്ചും സംസാരിക്കണം. അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയും. ഉപഹാരം സ്വീകരിക്കും. നമസ്കാരം. ഭഗവാനോട് മുമ്പ് നമസ്കാരം ചെയ്യാൻ പാടില്ല. നമുക്ക് ഓരോ കൊല്ലം ശ്രീ കൃഷ്ണ അപ്പായി ആലപ്പുഴയിൽ വളരെ ഭക്തിയോട് വളരെ വിനയത്തോടെ ഉണ്ട് ഇവിടെ വിഷ്ണു സഹസ്രനാമം, രുദ്രചമക്കം ഇതെല്ലാം പാരായണം ചെയ്തിട്ട് പോകുന്നു. അവിടെ വലിയ ടീമുണ്ട്. അവിടെ എപ്പോഴും വളരെ സിമ്പിളായിട്ട്
ഒരു ഷോ ഒന്നും കാണിക്കാതെ വരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പെട്ടെന്ന് വന്ന് ഇവിടെ വന്ന് ചെയ്ത് അവർക്ക് ഇന്ന് ഞാൻ ഈ വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് അവരുടെ ടീമിൽ 5 പേരുണ്ടായിരുന്നു. അവർക്കും ഈ പുസ്തകം ഉപഹാരമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് അടുത്ത കൊല്ലം വരുമ്പോൾ ശ്രീരാമകൃഷ്ണ വചനാമൃതം ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണദേവര നമസ്കരിക്കണ്ടേ. ഇന്ന് വിവേകാനന്ദ സ്വാമിയുടെ ജയന്തി കാരണമായിട്ട് ഞാൻ ചില കരുത്തുകൾ നിങ്ങളുടെ മുമ്പ് വയ്ക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പൂർണ്ണമായിട്ട് എല്ലാം അറിഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങിയത് ഭൂലോകത്ത്. അവർ പൂർണ്ണമായിട്ട് ഉറപ്പായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ മാതിരിയായിട്ട് മായയെ കൊണ്ടുവന്ന് വെറുതെ നിർത്തിയിട്ട് കളിക്കാൻ തുടങ്ങി. കാരണം ഡ്രാമ നടക്കുമ്പോൾ ഒരു ദിവസം ഡ്രാമ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ മാനേജറാണ് നരസിംഹ അവതാരത്തിൽ നടിക്കുന്നു. കമ്പനി ഓണർ പ്രഹ്ലാദനായിട്ട് നടിക്കുന്നു. എവിടെ ഈശ്വരനെ കാണാൻ പറ്റും? തൂണിലുമുണ്ട് തുറുമ്പിലുമുണ്ട് എന്ന് പറയും. ഈ തൂണിലുണ്ടോ എന്ന് പറഞ്ഞു ഗത കൊണ്ട് അടിച്ചതും ആ തൂണ് പൊട്ടിപ്പോയി. പിന്നോട്ടിലെന്ത് നരസിംഹാവതാരം പറയും, 2 മാസത്തോടെ സാലറി കൊടുത്തിട്ടില്ലല്ലോ ഓണറെ. പ്രഹ്ലാദനാണ് അവിടെ. ആ കൊടുത്താലേ ഞാൻ മുന്നോട്ട് പ്രത്യക്ഷമാകും പറഞ്ഞു. അപ്പൊ ശ്രോതാക്കളെല്ലാം കാത്തുകൊണ്ടിരിക്കും. എന്താണ് തൂണ് പൊട്ടിപ്പോയി, നരസിംഹാവതാരം പുറത്തെ വന്നിട്ടില്ല, എന്താണ് അത്? പ്രഹ്ലാദൻ ഓണറാണ്, ഭയങ്കര മിടുക്കനാണ്, നന്നായിട്ട് മാനേജ് ചെയ്തു. നിങ്ങൾക്ക് വിശ്വാസമില്ലാണ് അച്ഛനെ ഹിരണ്യകശിപു. അത് കാരണമായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടാതെ പോയി. ഈ തൂണ് പൊട്ടിപ്പിക്കാം. ആ സമയത്തില് ആ മാനേജർ നരസിംഹാവതാര ആ തൂണോട് അടുത്ത് വന്നു. ആ തൂണ് അടിച്ചത് തൂണ് പൊട്ടിപ്പോയി. പ്രഹ്ലാദൻ ഓണറാണ്, അവർ പറഞ്ഞു ശമ്പളം കൊടുക്കും പറഞ്ഞത്. ആ തൂണ് പൊട്ടിപ്പോയത് പെട്ടെന്ന് നരസിംഹാവതാരം പുറത്തു വന്നു. പക്ഷെ കൂടുതൽ അങ്ങനെ നമുക്ക് വലിച്ചു കൊണ്ടുപോയാൽ ശ്രോതാക്കളോട് അവിടെ പ്രോബ്ലം ഉണ്ടാകും. അതുമാതിരിയായിട്ട് ഭഗവാനുടെ ലീലകളിൽ അവർ ഒരു പരിധി വരെ തൻ്റെ മായയെ വെച്ചുകൊണ്ട് ഒന്നും അറിയാതെ മാതിരിയായിട്ട് നടിക്കും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ അവരെല്ലാം അറിയും. ബാക്ക്ഗ്രൗണ്ടിൽ ശ്രീരാമകൃഷ്ണദേവൻ അറിയാതിരുന്നാൽ നരേന്ദ്രനാഥെ കുറിച്ച് ഒരുപാട് അവർ സംസാരിക്കുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ അറിയാൻ പറ്റില്ലാണ്. ഈ ലോകത്തെ ഒരു ബോധം മാതിരിയായിട്ട് തന്റെ കയ്യിലെടുത്ത് കളിക്കാൻ പോകുന്നു. ലോകത്തിന്റെ ചിന്താഗതിയെ മാറ്റും. കേശവചന്ദ്രസൻ ഒരു 10 ഇതൾ താമര എന്ന് പറഞ്ഞാൽ നരേന്ദ്രനാഥ് 1000 ഇതൾ താമരയാണ്. കേശവ് ചന്ദ്രസൻ മെഴുകുതിരി എന്ന് പറഞ്ഞാൽ നരേന്ദ്രനാഥ് മധ്യാഹ്ന സൂര്യനാണ്. അങ്ങനെ നരേന്ദ്രനാഥെ കുറിച്ച് ഒരുപാട് പ്രശംസിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സ്തംഭിച്ചിരിക്കും. ഇത് സാധ്യമാണ്, കോളേജിൽ പഠിക്കുന്ന ഈ ചെറുപ്പക്കാരനക്ക് ഇത് സാധ്യമാണ്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ അറിയാതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ശ്രീരാമകൃഷ്ണദേവൻ എല്ലാം അറിഞ്ഞിരുന്നു. സപ്തഋഷി മണ്ഡലത്തിൽ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന ആ ഋഷിയോടെ മടിയില് അഖണ്ഡ സച്ചിദാനന്ദ ഒരു ശിശുவோടെ രൂപം ധരിച്ച് ആ ഋഷിയോടെ മടിയില് പോയി ഇവിടെ തൊട്ടിട്ട് പറഞ്ഞു, ലോക നന്മയ്ക്കായിട്ട് ഞാൻ താഴെ പോകുന്നു, നിങ്ങൾക്ക് വരാൻ പറ്റുമോ? അപ്പൊ ഋഷി ഗഭീര ധ്യാനത്തിൽ കണ്ടുകൊണ്ട് അങ്ങനെ കാണിച്ചു വരാൻ പറ്റുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ആ ഋഷിയുടെ ദേഹത്തിൽ നിന്നുകൊണ്ട് ഒരു ജ്യോതിയാണ് നരേന്ദ്രനാഥയുടെ ഉള്ളിൽ പ്രവേശിച്ചു. അന്ന് ഞാൻ കണ്ടു അതേ സപ്തഋഷിയാണ് ഇവിടെ വന്നത്. പക്ഷേ ഈ സപ്തഋഷിയോട് എന്താ ഒരു വൈശിഷ്ട്യം ചോദിച്ചാൽ ഒരു മിനിറ്റ് അവർ ഇവിടെ ഇരിക്കാൻ പറ്റില്ലാണ്. കാരണം പൂർണ്ണ ജ്ഞാനിയാണ്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ കൽക്കത്താവില് നരേന്ദ്രനാഥ് ശിശുവായിരിക്കുമ്പോൾ തൊട്ടിയോട് അടുത്ത് പോയി അവർ നോക്കി. പിന്നെ പറഞ്ഞു, അയ്യോ, ദേവിയോട് പിന്നെ പ്രാർത്ഥന ചെയ്തു, ജഗദമ്പേ ഈ കുട്ടിയെ എങ്ങനെ വെക്കാൻ പാടില്ലാണ്, മായയെ കൊണ്ടുവന്ന് നിർത്താം അവരുടെ മനസ്സിലെന്ന് പറഞ്ഞു. എല്ലാ ഗുരുവും ശിഷ്യനോട് മായ പോക്കാമാണ് പ്രയത്നിക്കുന്നത്. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ തന്റെ ശിഷ്യൻ നരേന്ദ്രനാഥ് എന്താണ് പ്രാർത്ഥന ചെയ്തു? അമ്മേ ദേവി, ഇവരുടെ മനസ്സിലെ മായയെ കുറച്ച് ഇടാം, ഇല്ലെങ്കിൽ ഈ കുട്ടി ഇവിടെ നിൽക്കുന്നില്ല. സാക്ഷാത് ശുകദേവനാണ് എന്ന് പറഞ്ഞു. കലിയുഗത്തോടെ ശുകദേവനാണ് വിവേകാനന്ദ സ്വാമി.
അപ്പോൾ വിവേകാനന്ദ സ്വാമിയും എല്ലാം കുറച്ച് അറിഞ്ഞിരുന്നു. പക്ഷെ അറിഞ്ഞിരുന്നത് നമുക്ക് ഡ്രാമ ആദ്യം നമുക്ക് അവരുടെ ഇതിഹാസത്തിലൊക്കെ കണ്ടാൽ അവരുടെ രീതിയുടെ മാധുര്യം പോകും. അമേരിക്ക പോകും മുൻപ് മൗണ്ട് ആബുവിൽ തുര്യാനന്ദ സ്വാമിയോട് സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഹരിഭായ്, ചിക്കാഗോയിൽ അമേരിക്കയിലെ ഏർപ്പാടുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഹരിമാർക്കായിട്ടാണ്, ഇവിടത്തേക്കായിട്ടാണ്. ചിക്കാഗോ ടിക്കറ്റ് പ്ലാൻ കിട്ടിയിട്ടില്ലാണ്, പോകാൻ പൂർണ്ണമായിട്ട് പ്ലാൻ ആയിട്ടില്ലാണ്. അത് മുൻപേ വിവേകാനന്ദ സ്വാമി പറയുന്നു ആ ചിക്കാഗോ പ്ലാൻ എനിക്കായിട്ടാണ്. ശ്രീരാമകൃഷ്ണദേവൻ മറിയും മുൻപ് ഒരു ദിവസം വിവേകാനന്ദ സ്വാമി തന്നോട് മുൻപ് വെച്ച് സമാധിയിൽ മൂഴ്കി. അപ്പൊ ശ്രീരാമകൃഷ്ണദേവനുടെ ദേഹത്തിൽ നിന്ന് ഇലക്ട്രിക് വിദ്യുത ശക്തി ഉള്ളിലേക്ക് ഓടിപ്പോയി വിവേകാനന്ദ സ്വാമിജിയുടെ ദേഹത്തിൽ പ്രവേശിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് സ്വാമി സമാധിയിൽ മുഴുകി കണ്ണ് തുറന്ന് നോക്കി ശ്രീരാമകൃഷ്ണദേവൻ പൊട്ടിക്കരയുന്നു. അവർ ചോദിച്ചു, എന്താ കരയുന്നു? എൻ്റെ ഉള്ളിലെ എല്ലാ ശക്തിയും നിനക്ക് ഞാൻ അങ്ങനെ ദാനമായിട്ട് അർപ്പണിച്ചിട്ടുണ്ട്. ഇതെ കൊണ്ട് നിങ്ങൾ ലോകത്തോട് നന്മ ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമി ഇതെല്ലാം ചെയ്തു. പക്ഷെ വിവേകാനന്ദ സ്വാമി അമേരിക്ക പോകും മുൻപേ പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയായിട്ട് ഞാൻ ജനിച്ചിട്ടുണ്ടോ ഞാൻ കുറച്ചറിയും. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ട് അവർ അറിയാതിരിക്കാം. ദേവിയോട് കാളി മാതാവോട് ഞാൻ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. കാരണം പൂർണ്ണമായിട്ട് നരേന്ദ്രനാഥ് ആരെന്ന് അറിഞ്ഞാൽ ഒരു മിനിറ്റ് ഈ ലോകത്തിൽ ഇരിക്കുന്നില്ല. അത് കാരണം ആ താറുകോൽ, ആ പെട്ടിയെ ഞാൻ അടച്ചു താറുകോൽ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ദേവിയുടെ പണി കഴിഞ്ഞതും അവർക്ക് ആ താറുകോൽ വെച്ചിട്ടുണ്ട് ആ പെട്ടിയെ തുറക്കും. പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാകും നരേന്ദ്രനാഥ് ആരാണ്. കാരണം അവസാന ദിവസങ്ങളിൽ വേലൂർ മഠത്തിൽ ആരോ ചോദിച്ചു, ഇവർക്ക് മനസ്സിലായോ ആരാണ്? മനസ്സിലായി. അത് മുൻപ് നിവേദിതാക്ക് ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് നിവേദിതയോട് കൈ കഴുകാൻ വെള്ളം വിടുമ്പോൾ നിവേദിത പറയും, നിങ്ങൾ എൻ്റെ ഗുരു അല്ല, എനിക്ക് കൈ കഴുകാൻ നിങ്ങൾ വെള്ളം കൊടുക്കാൻ പാടില്ല, ഞാനാണ് സേവനം ചെയ്യണം. അപ്പോൾ സ്വാമിജി പുഞ്ചിരിക്കോട് പറഞ്ഞു, ജീസസ് തൻ്റെ ശിഷ്യർക്ക് ഇങ്ങനെ സേവനം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നിവേദിത തൊണ്ടവര വന്നു. പക്ഷെ അത് അവസാന ദിനത്തിലല്ല ജീസസ് അങ്ങനെ ചെയ്തത്. അതുമാതിരി വിവേകാനന്ദ സ്വാമി എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഐ ഷാൽ നോട്ട് സീ 40. ഞാൻ 40 വയസ്സ് എനിക്ക് കാണാൻ സാധ്യമില്ല, അത് മുമ്പേ എൻ്റെ പണി തീരും, ഞാൻ പോകും. അങ്ങനെ ഒരു മഹനീയ വ്യക്തികളാണ്. എത്ര പ്രഭാഷണങ്ങൾ നിങ്ങൾ ഞങ്ങളോട് കേട്ടാലും മടി വിട്ടിട്ട് മടി ത്യജിച്ച് സ്വന്തം വിവേകാനന്ദ സ്വാമിജിയുടെ ജീവിതം എടുത്ത് വായിക്കാം. കാരണം പലരും നമ്മിൽ ശ്രീരാമകൃഷ്ണദേവന്റെ വചനാമൃതം വായിച്ചാൽ മതിയെന്ന ഒരു മയക്കത്തിൽ കിടക്കുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം നമ്മുടെ രാമകൃഷ്ണ സമ്പ്രദായത്തിൽ എല്ലാ സ്വാമിമാരും പറയും, ശ്രീരാമകൃഷ്ണൻ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വിവേകാനന്ദ സ്വാമിയെ വായിച്ച് പിന്നെയാണ് ശ്രീരാമകൃഷ്ണദേവനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരു സൈഡായിട്ട് നമുക്ക് മനസ്സിലാകും. ആരെ വെച്ചുകൊണ്ട് എല്ലാം മനസ്സിലായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പിന്നെ അവരുടെ ശിഷ്യന്മാർക്കുള്ള സമയത്തിലും ഇങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ടായി. പിന്നെ ശാരദാദേവി പറഞ്ഞു, നരേനാണ് ഉത്സവമൂർത്തി, ശ്രീരാമകൃഷ്ണദേവൻ മൂലവിഗ്രഹമാണ്. ശ്രീരാമകൃഷ്ണദേവനെ അറിയണമെങ്കിൽ നരേന്ദ്രനാഥ് വായിക്കും. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പം വരും. ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ വായിക്കുന്ന പലരും താങ്കൾ സ്വയം ശ്രീരാമകൃഷ്ണദേവനാണ് മയക്കത്തിരിക്കും അവർ ആളാകുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയെ വായിക്കുമ്പോൾ മനസ്സിലാകും ശ്രീരാമകൃഷ്ണദേവനുടെ കാല് പൊടിയിൽ ഒരു അംശമാകാൻ നമുക്ക് കഴിയില്ല. വിവേകാനന്ദ സ്വാമി പറയുന്നു, കൽക്കത്ത റോഡിലുള്ള ആ പൊടിയെടുത്ത് ശ്രീരാമകൃഷ്ണൻ ഊതിയാൽ ആ പൊടിയിലിருந்து 1000 വിവേകാനന്ദൻ ജനിക്കാൻ. അങ്ങനെ ഒരു മഹനീയ ശക്തിയാണ് ശ്രീരാമകൃഷ്ണദേവൻ. തനക്ക് എത്ര യോഗ്യമായിട്ട് സാധ്യമാകും അങ്ങനെ ഒരു ശിഷ്യനെ വെച്ചുകൊണ്ടാണ് തൻ്റെ ഈ ദേവിയുടെ ഈ പ്രചാരം ചിന്തകളെ ലോക നന്മയ്ക്കായിട്ട് ശ്രീരാമകൃഷ്ണൻ അങ്ങനെ ഒരു പാത്രത്തിനാണ് കൊണ്ടുവന്നത്. രണ്ടുപേരും പരസ്പരം അറിയും. ആദ്യം അറിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാകും. അറിയാതെ മാതിരിയായിട്ട് നടിച്ച് പിന്നെ അവസാനം അമേരിക്കയിലേക്ക് സ്വാമിജി കത്ത് എഴുതണോ, എൻ്റെ എല്ലാ ലഗേജും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് പോകാൻ വെളി കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ദക്ഷിണേശ്വരത്തോടെ ആ പരമഹംസരുടെ കുരൽ കേൾക്കുന്നുണ്ട്, എൻ്റെ സമയമായി, ദേവി എൻ്റെ പടക് അക്കരയ്ക്ക് എടുത്ത് ചെല്ലാം.
ഇതെല്ലാം അറിയാതെ ഒരു വ്യക്തി അങ്ങനെ കത്തിൽ എഴുതാൻ പറ്റില്ല, എല്ലാം നന്നായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ലീലകൾ ഇങ്ങനെയാണ് നടക്കുന്നത്. പറഞ്ഞ പോലെ മാനേജർ അങ്ങനെ പറഞ്ഞു, ശമ്പളം കിട്ടാതെ കാരണം നരസിംഹ അത്ര പുറത്തെ വരാതെ ഇരുന്നു. ഓവർ അല്ലാതെ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ശമ്പളം കൊടുക്കുന്നു പറഞ്ഞത് മാനേജർ അടുത്ത തൂണിൽ അവിടെ വന്നു. ആ തൂണ് പൊട്ടിയതും നരസിംഹാവതരം പുറത്തേ ഉണ്ട്. കാരണം ഉറപ്പായി ആ സമയത്ത് അങ്ങനെ നടിച്ച് കാണിച്ചില്ല. ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമിയാണ് ലോകത്തോടെ നന്മയ്ക്കായിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ലോകം പോകുന്ന ഈ ഗതിയെ നോക്കിയാൽ വിവേകാനന്ദ സ്വാമിയുടെ ചിന്തയാണ് ഏറ്റവും ലോകമെമ്പാടും ആവശ്യമായത്. അങ്ങനെയാണ് ഭാരതത്തോട് ചുമതല വഹിക്കുന്ന ആ നേത ഈ വിവേകാനന്ദ സ്വാമിയുടെ കംപ്ലീറ്റ് വർക്ക്സ് ആണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് മുമ്പുള്ള പ്രൈം മിനിസ്റ്റർ വന്നതും സ്വാമി വിവേകാനന്ദരുടെ ഫോട്ടോവും വിവേകാനന്ദരുടെ സാഹിത്യ സർവസ്വവും അവർക്ക് ഉപഹാരമായിട്ട് നൽകി. ഈ ചിന്തകൾ ലോകത്തോടെ നന്മയ്ക്കായിട്ട് ഭാവിയിൽ വലിയ ഒരു വിപ്ലവം ഉണ്ടാക്കും എല്ലാവരും അറിയും. രാമകൃഷ്ണനാണ് അതുക്കായിട്ട് കാത്തിരിക്കുന്നു. ലോകമെമ്പാടും അങ്ങനെയാണ് പരിസ്ഥിതികൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഭാരതത്തെ ആർക്കും കൈവയ്ക്കാൻ പറ്റാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എപ്പോഴും കണ്ടാൽ മനസ്സിലാകും. അപ്പൊ ഇന്ന് വിവേകാനന്ദ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നിങ്ങൾക്കും പ്രചോദനം കിട്ടും. ഒരുപാട് തലച്ചോറിലുള്ള ചിലന്തി വലകളെല്ലാം പോകും. ആധ്യാത്മികത ആരെങ്കിലും നിങ്ങളെ ചതിക്കാതിരിക്കണമെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ ബുക്ക് വായിക്കണം. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ആധ്യാത്മികത പറഞ്ഞാൽ എന്താണ്? ഇത് പൂർണ്ണമായിട്ട് അറിഞ്ഞ് നമ്മൾ ആരും ആധ്യാത്മികതയുടെ പേരിൽ ചലിക്കാതിരിക്കണമെങ്കിൽ വിവേകാനന്ദ സ്വാമി വായിക്കും. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പല മഹാത്മാക്കൾ ഏതോ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പേരിൽ കുറ്റം പറയുന്നു. ഇവരാരങ്ങോട്ട് പോയി ബലിയാകാൻ പറഞ്ഞു. കാരണം ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല. ചടങ്ങ് ആധ്യാത്മികതയുടെ ഒരു അംശമാണ്, പക്ഷെ ചടങ്ങ് പൂർണ്ണമല്ലയാണ്. അപ്പൊ ഇത് അറിയണമെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ അധ്യയനം, അവരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ, ചിന്തകൾ തലച്ചോറിൽ ഉള്ളിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കും, ഓ ഞാൻ എന്താ വിചാരിച്ചുകൊണ്ട് ഇപ്പൊ എന്റെ തലച്ചോറെല്ലാം മാറിപ്പോയില്ലേ. അങ്ങനെ ഒരു സിറ്റി ബാങ്കിലെ പണി ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ചോദിച്ചു, ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ദിവ്യ മഹാത്മാവാണ്, ആധ്യാത്മിക പുരുഷനാണ് എന്ന് പറഞ്ഞത്. വിവേകാനന്ദ സ്വാമി അവർ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഞാൻ വചനാമൃതം നന്നായിട്ട് വായിക്കും. വിവേകാനന്ദ സ്വാമി ആ ജീവിതം അയച്ചാൽ പുസ്തകം തൊടുന്നില്ലാണ്. അപ്പോൾ അവനൊക്കെ ആ സമയത്തിന് ഞാൻ വിവേകാനന്ദ സ്വാമിയുടെ ബുക്സ് കംപ്ലീറ്റ് വർക്ക്സ് പ്രസന്റ് ചെയ്തു. ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ കാണുമ്പോൾ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയാണ്? ഓ എന്താ ഉപഹാരം ചെയ്തു. ആദ്യം ശ്രീരാമകൃഷ്ണദേവന്റെ ഇഷ്ടദേവന്റെ ഒരു മഹാവ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടത്. വിവേകാനന്ദ സ്വാമിയെ വായിച്ച പിന്നെ ഓ ശ്രീരാമകൃഷ്ണദേവൻ എന്താ ഉയരത്തിലിരിക്കുന്ന മഹാ അവതാരമാണ്. സ്വാമി ആ പുസ്തകങ്ങൾ എനിക്ക് കൊടുക്കാതിരുന്നാൽ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് എൻ്റെ ധാരണകളെല്ലാം ഇങ്ങനെ അല്പമായിരുന്നിരിക്കും. എൻ്റെ ധാരണയെല്ലാം മാറിപ്പോയി. വാട്ട് ആൻ എക്സ്ട്രോർഡിനറി ഡിവൈൻ ഇൻകാർനേഷൻ ശ്രീ രാമകൃഷ്ണ ഈസ്. ഐ കേം ടു നോ ആഫ്റ്റർ റീഡിങ് വിവേകാനന്ദ. ഈ വാക്ക് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അടുത്ത ആരത്തി അവിടെ ഇല വെച്ചിട്ടുണ്ട്. പുഷ്പാഞ്ജലി അങ്ങനെ ചെയ്തിട്ട് പ്രസാദം സ്വീകരിക്കാൻ അവിടെ പോകാം. എല്ലാവർക്കും സ്വാമി വിവേകാനന്ദയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.